all, welcome to my new video, Travel with Neethu. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ജർമ്മനിയിലത്തെ ഒരു കൊച്ചു ടൗൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നോറും ഇവിടുത്തെ കുറേ ടോപ്പ് അട്രാക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പ്ലേസിൻ്റെ പേര് റോത്തൻബർഗ് എന്നാണ്. ബവാരിയ എന്ന് പറഞ്ഞിട്ട്, അതായത് ജർമ്മനിയിലെ തന്നെ ബവാരിയയിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് ഈ ഒരു ടൗൺ കാണാൻ പറ്റുക കേട്ടോ. അൻസ്പാഷ് എന്നാണ് ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. അപ്പോൾ മുന്നോട്ട് പോകുന്നോറും നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുള്ളും നമ്മൾ ഈ ഒരു പ്ലേസാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ശരിക്കും ഒരു കൊച്ചു ടൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റോഡ് സൈഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ വന്ന് കാണുന്ന പോലെ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ് ആ ബ്യൂട്ടിഫുൾ പ്ലേസസ് കാണാൻ. അപ്പോൾ ഈ ഒരു പ്ലേസ് ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും ഈ ഒരു പ്ലേസ് കാണാൻ വേണ്ടി വരാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മെഡീവിയൽ ഓൾഡ് ടൗൺ ആണിത്. ജർമ്മനിയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടൗൺസിലൊന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ രണ്ട് സൈഡിൽ ഇതുപോലത്തെ കുറേ ഭംഗിയുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത് ആൾക്കാരൊക്കെ നടക്കുകയും ഡെയിലി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു റോഡ് സൈഡ് തന്നെയാണ്. ഇത് പ്രത്യേകം നമ്മളൊരു പ്ലേസിൽ പോയിട്ട് കാണുന്ന ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഭംഗിയുള്ള ഏരിയാസ് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റിലാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വലിയൊരു ടവർ ബിൽഡിംഗ് കാണാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ കുറേ എൻട്രൻസ് ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇപ്പോൾ രണ്ട് സൈഡിലും കുറേ ഷോപ്സ് നമുക്ക് കാണാം. കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിയാൽ കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റാം. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ നടന്ന് ഈ ഒരു പ്ലേസ് കാണുകയും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുകയും ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കടന്നു വന്ന ആ ഒരു ടവറാണ് ബാക്ക് സൈഡിൽ കണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ പോലെ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാലാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലും ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ഫോട്ടോസും പിക്ചേഴ്സൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണത്. മെയിനായിട്ട് ഈ ഒരു ഏരിയ ആണത്. റോത്തൻബർഗിൻ്റെ ആ ഒരു രണ്ട് റോഡും കൂടിച്ചേരുന്ന ആ ഒരു ഏരിയയിലാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു ഹോട്ടൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്സൊക്കെ കുറേ ഹോട്ടൽസും ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ വളരെ കൊച്ചു ഹോട്ടൽസാണ് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്ലേസിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്ലേസും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസും ഷോപ്സും നല്ല കുറേ സ്ട്രീറ്റ്സൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഇതുപോലത്തെ കുറേ അടിപൊളി ബിൽഡിങ്സാണ് കാണാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു റോത്തൻബർഗ് ഏരിയയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ടൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ആർക്കിടെക്ചറൽ മോണുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. ഏകദേശം 1945 ആ ഒരു കാലഘട്ടത്തിൽ വേൾഡ് വാർ ഉണ്ടായപ്പോഴും ഇവിടുത്തെ ഒരുപാട് ബിൽഡിങ്സും നശിച്ചു പോയതാണ്. അതിനുശേഷം ഇവർ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. പക്ഷേ ആ ഒരു പഴമയും ആ ഒരു പണ്ടത്തെ കാലത്ത് ആ ഒരു ലുക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവരിത് വീണ്ടും റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ ബിൽഡിങ്സിൻ്റെ ഭംഗിയും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ കൂടുതലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഹോട്ടൽസും കുറേ നല്ല ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരുപാട് ഓൾഡ് ബിൽഡിങ്സ് മാത്രമല്ല ഹിസ്റ്റോറിക്കലിയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി മ്യൂസിയംസ് കാണാൻ പറ്റും. അതിൽ കുറേ മ്യൂസിയത്തിൻ്റെ പേരാണ്. ഒന്ന് ക്രൈം മ്യൂസിയം, അതുപോലെ തന്നെ റോത്തൻബർഗ് മ്യൂസിയം, അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ്മാൻ ഹൗസ്, അതുപോലെ തന്നെ ക്രിസ്മസ് മ്യൂസിയം. ഇങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അടിപൊളി മ്യൂസിയംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ
ഈ മ്യൂസിയംസൊക്കെ കാണാനാണ് കൂടിയാണ് വരാറ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മ്യൂസിയംസ് ഏതാണ്, ഹോട്ടൽസ് ഏതാണ്, റെസ്റ്റോറൻറ്റ്സ് ഏതാണ് എന്നൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും ഒരേ ലുക്കാണ്. പക്ഷെ നമ്മളതിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനത്തെ ഷോപ്പാണെന്നുള്ളത്. അപ്പോൾ നമ്മളും ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. സൂനിയേഴ്സിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ഇവിടെ നടന്ന് കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഉണ്ട്. ഇപ്പോൾ ബവാരിയ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു പ്ലേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂണിക് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഡ്രൈവ് മാത്രമേ ഈ ഒരു പ്ലേസിലേക്കുള്ളൂ. ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സ് മ്യൂണിക് സിറ്റിയിൽ നിന്ന് ഈ ഒരു പ്ലേസിലേക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിൽ ആ ഒരു കളർഫുൾ ബിൽഡിങ്സൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുറേ കൂടി ടോൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ബിൽഡിങ്സ് കാണാൻ പറ്റും കേട്ടോ. ഇതൊന്നുമല്ല, ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോത്തിക്കയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് ബിൽഡിംഗ് ആണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് റെസ്റ്റോറൻ്റ് ആണോ ഹോട്ടലാണോ എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ ഏരിയയിലേക്ക് നമ്മൾ വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഒരുപാട് വഴികളുണ്ട്, ഇടവഴികൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി പ്ലേസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് താഴേക്ക് പോയി കഴിഞ്ഞാലും അതുപോലെ ചെറിയ ചെറിയ ഇടവഴികളും അങ്ങനത്തെ കുറേ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം നല്ല സമ്മറിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പൂക്കളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ പ്രത്യേകതയാണ് എപ്പോഴും നല്ല രീതിയിൽ ഇവർ കുറേ ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അകത്തേക്ക് കയറിയത് ഇവിടുത്തെ ഒരു സൂനിയർ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ സൂനിയേഴ്സിൻ്റെ കളക്ഷൻസ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു പ്ലേസിനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1774 തൊട്ടിട്ട് 1803 വരെ ഈ ഒരു റോത്തൻബർഗ് എന്ന് പറഞ്ഞ സിറ്റി ഇമ്പീരിയൽ സിറ്റി ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 30 വർഷത്തെ ആ ഒരു വാർ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്ലേസിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ കംപ്ലീറ്റ്ലി നഷ്ടമായി. എന്നിരുന്നാൽ പോലും ഇത് ഇവിടുത്തെ ഒരു കൾച്ചറൽ സെൻ്ററായിട്ട് തന്നെ നിലനിന്ന് പോന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 19th സെഞ്ച്വറി ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഇവരിത് ഈ ഒരു സിറ്റി പഴമ നിലനിർത്തിക്കൊണ്ട് പ്രിസർവ് ചെയ്ത് വെക്കണം എന്ന് തോന്നി അവർ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു രൂപത്തിലേക്ക് ഈ ഒരു സിറ്റീനെ വീണ്ടും അവർ റിനോവേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് മുൻപ് തന്നെ ഇത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റി തന്നെയായിരുന്നു. പക്ഷേ വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുപാട് നാശങ്ങളൊക്കെ സംഭവിക്കുകയും ഇതിങ്ങനെ അല്ലാതായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് 1950 തൊട്ടിട്ട് 1960 വരെയുള്ള ആ ഒരു പീരിയഡിൽ വേൾഡ് വാറിനൊക്കെ ശേഷം ഇവർ ഈ ഒരു സിറ്റി ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് വീണ്ടും പ്രിസർവ് ചെയ്യണം, ഇവിടുത്തെ ബിൽഡിങ്സ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് ഇവരിതൊക്കെ ഈ ഒരു ഓൾഡ് ടൗണിനെ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾഡ് ടൗൺ സിറ്റിയിൽ ഏകദേശം 950 ബിൽഡിങ്ങോടത്തോളം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഡിസ്ട്രോയ് ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ബിൽഡിങ്സ് ഒന്നും നാശങ്ങൾ സംഭവിക്കാണ്ടും കുറേ ബിൽഡിങ്ങുകളൊക്കെ മൊത്തത്തിൽ നശിച്ചു പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റി ഇങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നീട് അവർ റിനോവേറ്റ് ചെയ്ത് ബിൽഡിങ്സൊക്കെ പഴയ പോലെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ബിൽഡിങ്സും നമുക്ക് പലതരത്തിലാണ് ഫീൽ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങൊക്കെ ശരിക്കും കട്ട വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോക്കിൻ്റെ പോലത്തെ ഒരു സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില ബിൽഡിങ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോഡേൺ ബിൽഡിംഗ് പോലെ തോന്നും. അപ്പോൾ കുറച്ച് ബിൽഡിങ്ങുകൾ നശിച്ചു പോവുകയും കുറച്ച് ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയയിലൂടെ നടക്കുമ്പോൾ പല ബിൽഡിങ്സിനും പല സ്ട്രക്ചറും പലതരത്തിലുള്ള മെറ്റീരിയൽസും ആ ഒരു കോമ്പിനേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്നിരുന്നാൽ പോലും നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമാണ് ഈ ഒരു സിറ്റി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ വെറുതെ കുറച്ച് സമയം നടക്കാനും കാഴ്ചകളൊക്കെ കാണാനും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സിറ്റി തന്നെയാണത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 to 2 hours ഒക്കെ ഇവിടെ ചുറ്റി നടന്ന് ഇവിടുത്തെ ഈ കാഴ്ചകളും ഇവിടുത്തെ ഈ അടിപൊളി ബിൽഡിങ്സും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പതിയെ നമുക്ക് ഇതിൻ്റെ ചുറ്റിനുള്ള ഏതെങ്കിലും ഒരു എക്സിറ്റിലൂടെ പുറത്തേക്ക് വരാം കേട്ടോ.
അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നവർ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്, പ്രത്യേകിച്ച് ബവാരിയ സൈഡിൽ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലേസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.